ജോസ് കെ മാണിയെ പാട്ടിലാക്കാൻ വി.ഡി. സതീശനും കുഞ്ഞാലിക്കുട്ടിയും പാലായിക്ക. മുന്നോട്ട് വെക്കുന്നത് വമ്പൻ ഓഫറുകൾ. മഞ്ഞുരുകുമോ എന്നറിയാനുള്ള ആകാംക്ഷയിൽ രാഷ്ട്രീയ കേരളം. ഐക്യമുന്നണിയിലേക്ക് കെ.എം. മാണിയുടെ പാർട്ടിയെ വീണ്ടും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ UDF ആരംഭിച്ചു കഴിഞ്ഞു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ കൂടിയ UDF നേതൃയോഗമാണ് ഇക്കാര്യത്തിൽ വി.ഡി. സതീശനും കുഞ്ഞാലിക്കുട്ടിയും അടങ്ങുന്ന നേതൃനിരയെ ചർച്ചയ്ക്ക് നിയോഗിച്ചിരിക്കുന്നത്. 2020 അന്നത്തെ UDF നേതാക്കളായ രമേശ് ചെന്നിത്തലയും ബെന്നി ബെഹന്നാൻ MPയും എടുത്തത് മണ്ടൻ തീരുമാനമായിരുന്നുവെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവും ഈ കാര്യത്തിൽ വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കോൺഗ്രസിനെ അനുകൂലിച്ച് UDF മുന്നണിയിൽ ചേർന്നാൽ 16 സീറ്റ് വരെ നൽകാമെന്നാണ് UDF നൽകുന്ന വാഗ്ദാനം. കൂടാതെ രാജ്യസഭാ സീറ്റും കോട്ടയം പാർലമെന്റ് സീറ്റും വിട്ടു നൽകും. മാണി വിഭാഗം മത്സരിക്കേണ്ട സീറ്റുകളിൽ പോലും ധാരണ ഉണ്ടാക്കിയാണ് സതീശൻ ചർച്ചയ്ക്കായി പാലായിലേക്ക് വണ്ടി കയറുന്നത്. പാലാ, കടുത്തുരുത്തി, തിരുവല്ല, കാഞ്ഞിരപ്പള്ളി, റാന്നി, പൂഞ്ഞാർ, ഇടുക്കി, തിരുവമ്പാടി, ഇരിങ്ങാലക്കുട, ആലത്തൂർ, ഉടുമ്പൻചോല, കോതമംഗലം, ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ, പേരാമ്പ്ര സീറ്റുകളും കോട്ടയം പാർലമെന്റ് ഒഴിവ് വരുന്നതനുസരിച്ച് രാജ്യസഭാ സീറ്റും കേരള കോൺഗ്രസ് എമ്മിന് നൽകാമെന്നാണ് ഓഫർ. ഭരണത്തിൽ 3 മന്ത്രിസ്ഥാനം വരെയും അല്ലെങ്കിൽ 2 മന്ത്രി, ചീഫ് വിപ്പ് എന്നിങ്ങനെയും ഒക്കെയാണ് പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ജോസ് കെ മാണി മന്ത്രി റോഷി അഗസ്റ്റിനുമായി ചർച്ചകൾ നടത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. എന്നാൽ ഇതുവരെ തങ്ങൾക്ക് അനുകൂലമായ ഒരു പ്രതികരണങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. മാത്രമല്ല, ജോസ് കെ മാണിയുടെ പിന്നാലെ കോൺഗ്രസ് നടക്കുന്നതിൽ കോൺഗ്രസ് അണികൾക്കിടയിൽ ശക്തമായ എതിർപ്പുണ്ട്. എന്നാൽ വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരണമെങ്കിൽ ജോസ് കെ മാണിയുടെ സഹായം അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ നേതൃത്വം അണികളുടെ എതിർപ്പിനെ വകവയ്ക്കാതെ തങ്ങളുടെ ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ആദ്യമൊക്കെ മാണി വിഭാഗത്തിന്റെ തിരിച്ചുവരവിനെ ശക്തമായി എതിർത്തിരുന്ന ജോസഫ് വിഭാഗവും പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. അടുത്ത തവണയെങ്കിലും അധികാരത്തിൽ വന്നില്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിയും ഇല്ലാതാകുമെന്ന തിരിച്ചറിവിലാണ് ജോസഫ് വിഭാഗം. തൊടുപുഴയിൽ തന്റെ മകൻ അപ്പുവിന് നിലവിലുള്ള സാഹചര്യത്തിൽ ജയിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ജോസഫും മകൻ അപ്പുവും മനസ്സിലാക്കി കഴിഞ്ഞു. ജോസിന്റെ വരവിനെ നിലവിൽ എതിർക്കുന്നത് മോൻസ് ജോസഫും മാണി സി കാപ്പനുമാണ്. എന്നാൽ ജോസ് വന്നാൽ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്നാണ് സതീശന്റെ നിലപാടത്രേ. കടുത്തുരുത്തി സീറ്റാണ് മോൻസിന്റെ പ്രശ്നം. എന്നാൽ അത് കോൺഗ്രസിനെ ബാധിക്കുന്ന വിഷയമല്ല എന്ന കടുത്ത നിലപാടിൽ KC വേണുഗോപാലും നിന്നതോടെ ഏറ്റുമാനൂർ സീറ്റ് നൽകിയാൽ മതി എന്ന നിലപാടിലാണ് മോൻസ് ജോസഫ്. മാണി സി കാപ്പൻ മത്സരത്തിൽ നിന്നും പിന്മാറുക അല്ലെങ്കിൽ കുട്ടനാട് സീറ്റ് വിട്ടു നൽകാമെന്നുമാണ് കോൺഗ്രസ് നിലപാട്. എന്നാൽ ഇടതുമുന്നണിയിൽ ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് പറയുന്ന ജോസ് കെ മാണിയെയും കൂട്ടരെയും എങ്ങനെയെങ്കിലും തങ്ങളുടെ പാളയത്തിലെത്തിക്കുക അല്ലെങ്കിൽ വ്യാജ വാർത്തകളിലൂടെ അവരുടെ വിശ്വാസ്യത തകർത്ത LDF-ൽ നിന്നും പുറത്തു ചാടിക്കുക എന്ന ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണിപ്പോൾ വരുന്ന ജോസിന്റെ UDF പ്രവേശന വാർത്തകൾ എന്നാണ് മാണി വിഭാഗം നേതാക്കൾ പറയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കനകോലുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘമാണ് പ്രവർത്തിക്കുന്നതെന്നും ഒരു പ്രമുഖ മാണി വിഭാഗം നേതാവ് പ്രതികരിച്ചു. കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഒത്താശയോടെ നടക്കുന്ന ഈ ഓപ്പറേഷനിൽ ജോസ് കെ മാണി വീഴുമോ അതോ പിടിച്ചു നിൽക്കുമോ എന്നതാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രധാന ചോദ്യം.